നമ്മുടെ പുരാണങ്ങളിൽ ഭക്തിയുടെയും ധൈര്യത്തിൻ്റെയും പ്രതീകമായി പറയപ്പെടുന്ന ഒരു ബാലകന്റെ കഥയാണ് ഇനി പറയാൻ പോകുന്നത്. അതാണ് ഭക്തപ്രഹ്ലാദന്റെ കഥ. ദൈവത്തിൽ ഉറച്ചു വിശ്വാസമുള്ള ഒരാൾക്ക് എത്ര വലിയ പ്രതിബന്ധങ്ങൾ വന്നാലും ദൈവം ഒരിക്കലും അവരെ കൈവിടുകയില്ല എന്നതാണ് ഈ കഥ നമ്മെ പഠിപ്പിക്കുന്നത്. ഹായ് കൂട്ടുകാരെ, ആര്യ ഈസ്യ. എല്ലാവർക്കും എപ്പിക് ടൈൽസിലേക്ക് സ്വാഗതം. എന്നാൽ നമുക്ക് കഥയിലേക്ക് പോയാലോ? പുരാതന കാലത്ത് ദേവന്മാരും അസുരന്മാരും തമ്മിൽ നിരന്തരം യുദ്ധം നടത്തി വരികയായിരുന്നു. അസുര രാജാവായിരുന്ന ഹിരണ്യകശിപു ഈ ലോകത്തിൽ എല്ലാവരെയും കീഴടക്കാൻ ആഗ്രഹിച്ചിരുന്നു. ഒരിക്കൽ അയാൾ കഠിനമായൊരു തപസ് ചെയ്തു. അതിൽ സന്തോഷിച്ച് ബ്രഹ്മാവ് പ്രത്യക്ഷനാകുകയും ചെയ്തു. ആ സമയം ഹിരണ്യകശിപു ബ്രഹ്മാവിനോട് എനിക്ക് മരണമില്ലാത്ത ഒരു അനുഗ്രഹം തരണമേ എന്ന് ചോദിച്ചു. ബ്രഹ്മാവ് പറഞ്ഞു, മരണത്തെ ഒഴിവാക്കാനാവില്ല, പക്ഷേ ചില വ്യവസ്ഥകളോടെ അനുഗ്രഹം നൽകാം. അങ്ങനെ അവന്റെ അഭിലാഷം അംഗീകരിച്ചു. ലഭിച്ച വരങ്ങൾ എന്തെന്നാൽ, മനുഷ്യനും മൃഗവും കൊല്ലാൻ പാടില്ല, പകലിലും രാത്രിയിലും കൊല്ലാൻ പാടില്ല, വീടിനുള്ളിലും പുറത്തും വെച്ച് കൊല്ലാൻ പാടില്ല, ഭൂമിയിലും ആകാശത്തിലും വെച്ച് കൊല്ലാൻ പാടില്ല, ആയുധം കൊണ്ടും കൊല്ലാൻ പാടില്ല. ഈ അനുഗ്രഹം ലഭിച്ചതോടെ ഹിരണ്യകശിപു അഹങ്കാരിയായി മാറി. ലോകം മുഴുവൻ അവനെ ആരാധിക്കണം, മറ്റാരെയും ആരാധിക്കരുത് എന്നതായിരുന്നു അവന്റെ ഉത്തരവ്. പക്ഷേ ഹിരണ്യകശിപുവിന്റെ സ്വന്തം മകൻ പ്രഹ്ലാദൻ അച്ഛന്റെ വഴിയിലല്ല പോയത്. ചെറുപ്പം മുതൽ അവന്റെ മനസ്സിൽ നിറഞ്ഞു നിന്നിരുന്നത് ഭഗവാൻ മഹാവിഷ്ണുവിനോടുള്ള ഭക്തിയായിരുന്നു. ഇത് കണ്ട് ഹിരണ്യകശിപുവിന് ദേഷ്യം തോന്നുകയും തന്റെ മകനോട് ചോദിക്കുകയും ചെയ്തു, നീ എന്റെ മകൻ തന്നെയാണോ? ഈ ലോകം മുഴുവൻ എന്നെ ആരാധിക്കുമ്പോൾ നീ എന്റെ ശത്രുവായ വിഷ്ണുവിനെ ആരാധിക്കുന്നുവോ? പ്രഹ്ലാദൻ ഉറച്ചു മറുപടി പറഞ്ഞു, എവിടെയും എല്ലായിടത്തും എന്റെ ഭഗവാൻ മഹാവിഷ്ണുവിന്റെ സാന്നിധ്യമുണ്ട്, അവനാണ് എന്റെ രക്ഷകൻ. ഇത് കേട്ട് ഹിരണ്യകശിപുവിന്റെ ദേഷ്യം അതിരുകടന്നു. പ്രഹ്ലാദനെ കൊല്ലാൻ പല ശ്രമങ്ങളും നടന്നു. വിഷം കൊടുത്തു നോക്കി, പക്ഷേ പ്രഹ്ലാദൻ വിഷം കുടിച്ചപ്പോൾ അത് അമൃതായി മാറി. കാട്ടാനയെ വിട്ട് കൊല്ലാൻ നോക്കി, ആനകൾ പ്രഹ്ലാദനെ തൊടാതെ വഴിമാറിപ്പോയി. പാമ്പുകളെ കൊണ്ട് ആക്രമിക്കാൻ നോക്കി, ആ ശ്രമവും പരാജയപ്പെട്ടു. ഒടുവിൽ ദുർമന്ത്രവാദിനിയായ തന്റെ സഹോദരി ഹോളികയോടൊപ്പം അഗ്നികുണ്ഡത്തിൽ ആചാരത്തിന്റെ പേര് പറഞ്ഞ് ഇരുത്താൻ നോക്കി. പക്ഷേ ഹോളിക അഗ്നിക്ക് ഇരയാവുകയും ഭഗവാൻ മഹാവിഷ്ണുവിന്റെ അനുഗ്രഹം കൊണ്ട് പ്രഹ്ലാദൻ രക്ഷപ്പെടുകയും ചെയ്തു. എത്ര ശ്രമിച്ചിട്ടും പ്രഹ്ലാദനെ കൊല്ലാനായില്ല. അവന്റെ ഭക്തിയും വിശ്വാസവും കൂടുതൽ ശക്തമായി. ഒടുവിൽ കോപത്തിൽ വിറച്ചുകൊണ്ട് ഹിരണ്യകശിപു തന്റെ മകനോട് പറഞ്ഞു, നീ പറയുന്ന വിഷ്ണു എവിടെയാണ്? എങ്കിൽ എന്നെ കാണിക്കൂ. ഇത് കേട്ട പ്രഹ്ലാദൻ ശാന്തമായി പറഞ്ഞു, എന്റെ ഭഗവാൻ സാക്ഷാൽ മഹാവിഷ്ണു എല്ലായിടത്തുമുണ്ട്, തൂണിലും തുരുമ്പിലും വരെയുണ്ട്. ഇത് കേട്ട് ഹിരണ്യകശിപു കോപത്തോടെ തന്റെ ഗദയെടുത്ത് അവിടുത്തെ തൂണുകൾ ഓരോന്നായി തല്ലി തകർക്കാൻ തുടങ്ങി. ഗദയുടെ പ്രഹരത്താൽ ഒരു തൂണ് പിളർന്ന് അതിൽ നിന്നും ഒരു അത്ഭുതകരമായ രൂപം പുറത്തു വന്നു. സിംഹത്തിന്റെ മുഖവും മനുഷ്യന്റെ ശരീരവുമുള്ള ഭയാനകവും ദിവ്യവുമായ ഒരു രൂപം. അതെ, നരസിംഹാവതാരം. മനുഷ്യനും മൃഗവുമല്ലാതെ, പകലും രാവുമല്ലാതെ, വീടിനുള്ളിലും പുറത്തുമല്ലാതെ, ഭൂമിയിലും ആകാശത്തിലുമല്ലാതെ, ആയുധം കൊണ്ടുപോലുമല്ലാതെ, സൂര്യാസ്തമയ സമയം കൊട്ടാരത്തിന്റെ നടുവിൽ ഹിരണ്യകശിപുവിനെ തന്റെ മടിയിലിരുത്തി നഖം കൊണ്ട് നെഞ്ചു പിളർന്ന് ബ്രഹ്മാവിന്റെ അനുഗ്രഹത്തിലെ ഓരോ വ്യവസ്ഥയും മറികടന്ന് നരസിംഹാവതാരം ഹിരണ്യകശിപുവിനെ സംഹരിച്ചു. ഹിരണ്യകശിപുവിന്റെ അന്ത്യം കണ്ട പ്രഹ്ലാദൻ കൈകൂപ്പി നരസിംഹാവതാരത്തോട് പ്രാർത്ഥിച്ചു. നരസിംഹാവതാരം ശാന്തനായി മാറി പ്രഹ്ലാദനെ അനുഗ്രഹിച്ചു. അപ്പോൾ ഈ കഥ കൊണ്ട് നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കാം. ശുദ്ധമായ ഭക്തിയും ഉറച്ച വിശ്വാസവും ഉള്ളവനെ ദൈവം ഒരിക്കലും കൈവിടുകയില്ല. എത്ര വലിയ പ്രതിബന്ധങ്ങൾ വന്നാലും ഭക്തന്റെ ജയം ഉറപ്പാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.